രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ബാലി തൻ്റെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് പറഞ്ഞു വെച്ചത്. ജീവൻ ഇങ്ങനെ പോയിട്ടില്ല, പോകണേ ഉള്ളൂ. ഏകദേശം മൃതപ്രായനായി രാമനോട് ക്ഷമാപണം നടത്തി താൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് എന്നോട് നേരെ പ്രസാദിക്കണേ രാമാന്ന് പറഞ്ഞിട്ടാണ് ഇതം മഹേന്ദ്രോപമ ഭീമ വിക്രമ, ഇന്ദ്രന് തുല്യമായിട്ടുള്ള വിക്രമം. അതിന് അത്ഭുതമില്ല. ആരുടെ മകനാ? ഇന്ദ്രൻ്റെ മകനാണ്. അപ്പോൾ മഹേന്ദ്രോപമനായതുകൊണ്ട് അത്ഭുതമില്ല. അച്ഛൻ്റെ മഹത്വം കുറച്ച് മകന് കിട്ടൂലോ. പ്രസാദിതസ്ത്വം ക്ഷമമേ നരേശ, ലിയോ രാജൻ എന്ന് വിളിക്കുകയാണ് രാമനെ. ഞാൻ പറഞ്ഞതായിട്ടുള്ള അതിക്രമ വാക്കുകളെല്ലാം ക്ഷമിച്ച് എന്നോട് നേരെ പ്രസാദിക്കണേ രാമ എന്നങ്ങനെ പറഞ്ഞ് ദയനീയമായിട്ട് ഭഗവാനെ നോക്കി. ബാലി നിര്യാണത്തെക്കുറിച്ചോ താര കേട്ടു. സ വാനരമഹാരാജശയാനശ്വര വീക്ഷത, രാമശരം ഏറ്റ ബാലിക്ക് വന്നു ചേർന്നതായിട്ടുള്ള മരണത്തെക്കുറിച്ച് അറിയുകയാണ് താര. പ്രത്യുക്തോ ഹേതുമദ്വാക്യേർ നോത്തരം പ്രത്യപത്യത, കാര്യമായിട്ടൊന്നും അതിന് പറഞ്ഞില്ല. അശ്മഭിപ്രവിഭന്നാംഗ പാദവേർ ആഹതോ വൃശം രാമബാണേന ജാക്രാന്തോ ജീവിതാം ദേവുമോകസ തം ഭാര്യ ബാണമോക്ഷേണ രാമദത്തേന സംയുഗേ ഹതം പ്ലവകശാർദൂലം താരാ ശുശ്രാവബാലിനം. രാമബാണമേറ്റ് മരിച്ചു കിടക്കുന്ന തൻ്റെ ഭർത്താവിനെക്കുറിച്ച് കേട്ട് താര പുറത്ത് വന്നു എന്ന് പറയുകയാണ്. ആ രംഗമൊക്കെ ഒന്ന് കണ്ട് എന്തായാലും വരണതൊക്കെ അഭിമുഖീകരിക്കാൻ വളരെ വിഷമമുള്ളൊരു ഘട്ടമാണല്ലേ. തൻ്റെ എല്ലാമായിട്ടുള്ള ഭർത്താവാണ് പോവുക എന്ന് പറഞ്ഞാൽ. എങ്കിലും അഭിമുഖീകരിക്കാതെയും നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. ഒട്ടും എളുപ്പമല്ല. എന്നാലും അങ്ങനെ നിർബന്ധിതയായിട്ട് മരിച്ചിട്ട് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. എന്നാൽ കാണാൻ സുഖമുണ്ടോ വെച്ചാൽ അതുമില്ല. അങ്ങനത്തെ ആ സന്ദർഭം രണ്ടും അല്ലാത്തൊരു ഭാവത്തിൽ മനസ്സോടുകൂടി അങ്ങനെ ഒരു കാണാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല. എല്ലാ വാനരന്മാരും ഭയന്നു. കാരണം അവരുടെയൊക്കെ നേതാവായിരുന്നു ബാലി. ബാലി പറഞ്ഞതിലപ്പുറമുണ്ടോ അവിടെ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി എന്ന് പറയണം. ഏത് വിധത്തിലെ കൂട്ടം തെറ്റിയ മാനുകളെ പോലെ. യൂഥാദിവ പരിഭ്രഷ്ടാൻ മൃഗാൻ നിഹത യൂഥപാൻ. ഒരു മാൻകൂട്ടം അങ്ങനെ അതിലൊരു നേതാവ് ഉണ്ടാവുന്നതാണ്. ആ നേതാവാണ് കൊല്ലപ്പെട്ട. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു ഓടും. രാജാവിനെ കൊന്നാൽ ബാക്കിയുള്ളവരൊക്കെ പേടിച്ചോടുക, ആയുധട്ടോടുക എന്ന് കേട്ടിട്ടുണ്ട്. എന്ന പോലെ കൂട്ടം തെറ്റിയ മാനുകളെ പോലെ വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ഓടി. ഒരു പ്രധാന ശക്തൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരെയും കൊല്ലുമോ? രാമനെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ? ശത്രുക്കളെ മൊത്തം നശിപ്പിക്കുമോ എന്നൊക്കെയായി അവർക്ക് പേടി. ഇപ്പം താര ചോദിച്ചു, രാജ്യഹേതോ സചേത് ഭ്രാത രൗദ്രേണ ബാധിത രാമേണ പ്രഹൃതേ രൗദ്രേർ മാർഗണേർ ദൂരപാതിഭി വാനര രാജസിംഹസ്യൂയം ദുരസ്ഥരാതംബികായ സുതന്ത്രസ്ഥ കസ്മാദ്രവത ദുർഗത. ബാലിയെ രാമൻ വധിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്തിനാണ് പേടിച്ച് പരിഭ്രമിച്ച് ഓടുന്നത്? രാമൻ അങ്ങനെ എല്ലാവരെയൊന്നും ഉപദ്രവിക്കൊന്നുമില്ല. ബാലിയായിട്ട് അങ്ങനെ വേണ്ടി വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ട് രാമനിൽ നിന്ന് ഭയമൊന്നും വേണ്ട. കവി പത്നിയ വചശുദ്ധ കവയ കാമരൂപിണ പ്രാപ്തകാലം അവിക്ലിഷ്ടം ഊചിർ ഭജനമംഗനാം. പ്രകാരം അവർ പറയണം. ഭാര്യയെ സമാധാനിപ്പിക്കുക എന്നുള്ള റോളാണ്, പങ്കാണല്ലോ ഇനി അവർക്കൊക്കെ വേണ്ട. ജീവപുത്രേ നിവർദ്ധസ്വ പുത്രൻ രാക്ഷസചാംഗതം. അവരിങ്ങടാ സമാധാനിപ്പിക്കണമെന്ന്, ഞങ്ങളെയല്ലല്ലോ സമാധാനിപ്പിക്കേണ്ടതെന്നുള്ള ഭാവത്തിൽ ജീവപുത്രേ എന്ന് വിളിക്കുകയാണത്. ജീവപുത്ര എന്ന് വിളിക്കാൻ കാരണം ജീവപുത്രേ എന്നുള്ള സംബോധന ഇവിടെ പുത്രൻ ജീവിച്ചിരിക്കുന്ന താരേ എന്നാണ് അതിൻ്റെ അർത്ഥം. പുത്രൻ ജീവിച്ചിരിക്കുന്ന ആൾക്കാണ് ജീവപുത്രേ. ഭാര്യാമധ്യമൻ എന്ന് രാമനെ പറയേണ്ടത്. എന്താ കാരണം?
ഭാര്യ അടക്കം 3 ആൾ. അപ്പോൾ അതിന് മധ്യമന 3 ആൾ എന്നുള്ള നിലയിലൊരു പ്രയോഗമുണ്ട്. 3 ആളാവണ ആൾ, ഭാര്യ 3-ാമൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം. ഭാര്യ അടക്കം 3-ാമനായ ആൾ, 3 ആളോട് കൂടി കാട്ടിലേക്ക് പോയ ആൾ എന്നുള്ള നിലയ്ക്കുള്ള 3-ാമൻ എന്നുള്ള പേരിന് ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. വാക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും. ജീവപുത്രേ, പുത്രൻ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള പറയണം. താരെ എന്തിനാണ് ദുഃഖിക്കുന്നത്? അന്തകൻ രാമരൂപത്തിൽ വന്നിട്ട് ഇതാ നിൻ്റെ ബാലിയെ കൊണ്ടുപോയി. രാമൻ എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും അന്തകനാണ്. ശരിക്കും അന്തകൻ നേരിട്ട് വരണതിന് പകരം രാമനായിട്ട് വന്നിട്ട് ഇതാ ഭവതിയുടെ പതിയെ ഭർത്താവിനെ കൊണ്ടുപോയിരിക്കുന്നു. ബാലിയെ വളരെ വേഗം ആ രാമൻ വീഴ്ത്തി. മാത്രമല്ല സൈന്യങ്ങളെല്ലാവരും ചിതറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങ് ഭവതി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? രക്ഷിതാം നഗരദ്വാരം അംഗതച്ചാഭിഷിക്ഷ്യതാം. മറ്റു വാനരന്മാർ രാമപക്ഷത്ത് സുഗ്രീവപക്ഷത്തുള്ളവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് വാതിലൊക്കെ അടയ്ക്കുക, അംഗതനെ രാജാവാക്കുക. അഭിഷിക്ഷ്യതാം അംഗതാം ച അഭിഷിക്ഷ്യതാം, അംഗതനെ അഭിഷേകം ചെയ്താലും എന്ന് പറയുകയാണ്. നഗരദ്വാരം സംരക്ഷിക്കുക, മറ്റ് വാനരന്മാർ കടക്കാതിരുന്നു കൊണ്ട്. എന്താണ് അംഗദൻ രാജാവായുള്ള ഗുണം ആണെങ്കിൽ ബാലിയുടെ പുത്രനായതുകൊണ്ട് എല്ലാവരും അംഗദം പറഞ്ഞത് അനുസരിക്കും. ആർക്കും അതിൽ അപ്രിയൊന്നുമില്ല. പദസ്ഥം ബാലിന പുത്രം ഭജിഷ്യന്തി പ്ലവംഗമാഹ. എല്ലാ വാനരന്മാരും ആ അംഗദനെ അനുസരിച്ചോളും, അംഗീകരിച്ചോളും. അതുകൊണ്ട് ഭവതി എത്രയും വേഗം അംഗദനെ ഇനി യുവരാജാവാക്കുക. അതാണ് ഇവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണമല്ലോ. ഇനി ഇവിടെ അധികം നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഭവതിയാണ് പൊക്കോളൂ, എന്നിട്ട് വേണം വാതിലൊക്കെ അടയ്ക്കാൻ. അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കുന്നത് നന്നതല്ല എന്ന് പറഞ്ഞ് ഈ കോട്ടവാതിൽ ബന്ധിക്കണം. വേണ്ടി ബാലിയെ ധാരയെ പറഞ്ഞയച്ചു. അപ്പോൾ താര പറഞ്ഞു, പുത്രേണ മമ കിം കാര്യം കിം രാജ്യേന കിമാത്മന കപിസിംഹേ മഹാഭാഗേ തസ്മിൻ ഭർത്തരി നശ്യതി. വീരവാനും എൻ്റെ എല്ലാമായിട്ടുള്ള സംരക്ഷകനായ ബാലി പോയിട്ട് എനിക്കിനി എന്തിനാണ് രാജ്യം, എന്തിനാണ് പുത്രൻ? ഒന്നുകൊണ്ടും കാര്യമില്ല, എല്ലാം വെറുതെയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. പറയുകയാണ്, എത്ര പുത്രന്മാരുണ്ടായാലും ഒരു ഭർത്താവിന് തുല്യമാവുമോ എന്ന് ചോദിക്കുകയാണ്. 1000 പുത്രന്മാരുണ്ടായാലും ഒരു ഭർത്താവിന് തുല്യാവില്ല. പാദമൂലം ഗമിഷ്യാമി തസ്സേവാഹം മഹാത്മന. ആ വാലി പോയതായിട്ടുള്ള ആ പദത്തെ ഞാനും ആശ്രയിക്കുകയാണ്. ആ പാദത്തെ ആശ്രയിച്ച് ബാലി പോയ വഴിയെ ഞാനും ഇനി പോവേ വേണ്ടു. യോസോ രാമപ്രയുക്തേന ശരേണ വിനിപാതിത. രാമൻ്റെ ശരം കൊണ്ട് വീഴ്ത്തപ്പെട്ടതായിട്ടുള്ള ബാലി ഏത് വഴിക്ക് പോയോ ആ വഴിക്ക് തന്നെ പോവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇനി എനിക്ക് എന്തിനാണ് ജീവിതം? ഞാൻ വളരെയേറെ അഗതിയായിപ്പോയി, അനാഥയായി എന്ന് പറയുകയാണ്. ഏവമുക്ത പ്രതുദ്രാവരുദന്തി ശോകകർഷിത ശിരച്ചോരച്ച ബാഹുഭ്യം ദുഃഖേന സമീപിഗ്നതി. ദുഃഖത്തോട് കൂടിയിട്ട തലയിലും നെഞ്ചത്തുമൊക്കെ അടിക്കാൻ തുടങ്ങി. മരിച്ചാൽ അങ്ങനെയുള്ളോ? തലയിലടിക്കുക, നെഞ്ചത്തടിക്കുക. എന്തിന് ജീവൻ, എന്തിന് പുത്രൻ, എന്തിന് രാജ്യം, എനിക്കിനി ജീവിതം എന്തിനാണ്? ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ തലയിലും മാറത്തും അടിച്ച് കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ബാലിയെ ദൂരത്തുനിന്ന് കണ്ടു താര. ഒരു നോക്ക് എന്തായാലും ഒന്നിങ്ങനെ കാണണമല്ലോ. വജ്രങ്ങളെ പോലെ ഉള്ളതായിട്ടുള്ള പരാക്രമി, ചക്രതുല്യനായിട്ടുള്ള പരാക്രമിയാണ്. ശൂരനായിട്ടുള്ള രാമനാൽ വീഴ്ത്തപ്പെട്ടതായിട്ടുള്ള ബാലി അവിടെ കിടക്കണത് ഇങ്ങനെ കാണുകയാണ്. കണ്ടതോടു കൂടിയിട്ട് അംഗദനും അവിടെയുണ്ട്. 2 കൂട്ടരും. സുഗ്രീവൻ വളരെയേറെ ഇവരെ കണ്ടു ദുഃഖിച്ചു. എന്തായാലും ഏട്ടൻ്റെ പത്നിയാണ് അല്ലേ, എൻ്റെ ഏട്ടൻ്റെ പുത്രനുമാണ്. അംഗദൻ ഇതെല്ലാം കണ്ട് ദുഃഖിച്ചു. താരയും ദുഃഖിച്ചു. അത് കണ്ടിട്ട് സുഗ്രീവനും ദുഃഖിച്ചു. അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും ദുഃഖിച്ചു. എത്രയായാലും എൻ്റെ ഏട്ടൻ്റെ പത്നി, ഏട്ടൻ്റെ പുത്രനും ദുഃഖിച്ചത് കണ്ടപ്പോൾ സുഗ്രീവനും അല്പം ദുഃഖം മനസ്സിലുണ്ടായി. ശത്രുത മൂലം എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുണ്ടെങ്കിലും മരിച്ചു പോയപ്പോൾ ഒരു ദുഃഖം ഉണ്ടാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ഇനി അവരുടെ ചില വാക്യങ്ങൾ താര കരയണതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. രാമചാപ വിസൃഷ്ടേന ശരേണ അന്ധകരേണ തം ദൃഷ്ടാവിനിഹതം ഭൂമോ താരാതിപാലന സാസമാസാദ്യ ഭർത്താരം പരിഷ്വച്ചത ഭാമിനി ഇഷുണാഭിഹതം ദൃഷ്ട്വാ ബാലിനം കുഞ്ചരോപമം. വലിയ ഒരു ആന
മറിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്നതായിട്ടുള്ള ബാലിയെ താര ഒന്നങ്ങനെ ആലിംഗനം ചെയ്തു. ജീവൻ പോയിട്ടില്ല, പോണേ ഉള്ളൂ. ആ ജീവൻ പോവാത്ത ഏകദേശം മൃതപ്രായനായിട്ടുള്ള ബാലിയെ ഒന്നങ്ങനെ ആലിംഗനം ചെയ്ത് അകം വെന്ത് ദീനയായിട്ട് വിലപിച്ചു എന്ന് പറയണം. താരാ തരുമിവോ ഉന്മുല്ലം പരദേവ യഥാതുരാ. വളരെയേറെ ദുഃഖിച്ച് അവിടെ കരഞ്ഞു, ആതുരയായിട്ട് കരഞ്ഞു എന്ന് പറയണം. അങ്ങനെ നോക്കി പോരിൽ പരാക്രമം വളരെയേറെ ഉള്ളവനെ എന്ന് വിളിക്കുകയാണ്. ദോഷഹീനയായിട്ടുള്ള എന്നോട് നീ ഇപ്പോൾ എന്താണ് മിണ്ടാത്തത്? ഞാൻ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്താണ് ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ കിടക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുക. എന്നിട്ട് ഇപ്പോൾ അവിടെ ആര്യപുത്ര എന്ന് വിളിച്ചു എന്ന് പറയണം. ആര്യപുത്ര, ആ കിടക്കുന്നത് അങ്ങനെ കണ്ട് ആര്യപുത്ര എന്ന് വിളിച്ച് കരഞ്ഞു എന്ന് പറയണം. നൈവം വിധാ ശേരദേഹി ഭൂമോ നപതി സത്തമാ. എഴുന്നേൽക്കൂ കപിശാർദൂല, എഴുന്നേറ്റു. ഈ വെറും നിലത്ത് എന്താണ് കിടക്കുന്നത്? അങ്ങ് വെറും നിലത്ത് കിടക്കാറില്ലല്ലോ. എന്നേക്കാൾ ഇഷ്ടം അങ്ങേക്ക് ഭൂമിദേവിയാണോ എന്ന് ചോദിക്കുകയാണ്. അതീവക്കലുതേ കാന്താ വസുധാധിപ. ഭൂമിനാഥൻ രാജാവ് വസുധാധിപൻ രാജാവായിട്ടുള്ള അങ്ങ് ഭൂമിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നെ പുണരാതെ ഭൂമിയെ പുണർന്ന് ഈ മണ്ണിൽ കിടക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്ന് പറയുകയാണ്. യസ്മാ അഭിത്വയാ സാർദ്ധം വനേഷു മധുഗന്ധിഷു വികൃതാനി ത്വയാ കാലേ തേഷാമു പരമകൃത. മധുഗന്ധികളായിട്ടുള്ള വനങ്ങളിൽ പോയിട്ട് എന്തെല്ലാം തമാശകളൊക്കെ പറഞ്ഞ് വിനോദവും നേരം പോക്കും കാണിച്ച ആളാണ് അങ്ങ്. എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറയണം. കാട്ടുകൂടെ സഞ്ചരിക്കുമ്പോഴും തമാശ പറഞ്ഞിട്ടും പുഷ്പങ്ങളോ കായകളോ അറുത്തിട്ടും ഇഷ്ടമുള്ള സംഗതികളൊക്കെ പറഞ്ഞതൊക്കെ സാധിപ്പിച്ച് തന്നിട്ടും നാഥ, ആ ദിവസങ്ങൾ അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് മറക്കാൻ പറ്റില്ലായിരുന്നില്ല. പക്ഷേ എല്ലാം അവസാനിച്ചില്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടോ ഓർത്തിട്ടും എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. എന്താണ് എൻ്റെ ഹൃദയം നുറുങ്ങി ഞാൻ മരിക്കാത്തത്? ഇനി എന്തിനാണ് എനിക്ക് ഹൃദയബലം? ഈ ഹൃദയം ഇപ്പം തന്നെ ഇങ്ങോട്ട് പൊട്ടി മരിച്ചാൽ അതാവും നന്നാവുക. എന്നാൽ ഈ ദുഃഖം അനുഭവിച്ച് ലോകത്തിൽ എനിക്ക് ജീവിക്കണ്ടല്ലോ എന്ന് പറയുകയാണ്. പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ. ഏഷാ പ്രുവം ഹിതം വാക്യം വാനരേന്ദ്രഹിതേഷിണി. അങ്ങയുടെ നന്മ ഉദ്ദേശിച്ചിട്ടല്ലേ രാമനോട് എതിരിടാൻ പോണ്ട എന്ന വാക്കുകൾ ഞാൻ പറഞ്ഞത്. ആ വാക്ക് അങ്ങ് സ്വീകരിച്ചില്ല. അഭിമാനം കൊണ്ട് അപ്സരസ്സുകളുടെ മനം പോലും കവരുന്ന സൗന്ദര്യമുള്ളതായിരിക്കുന്ന അങ്ങ് ഇനി എന്തായാലും സ്വർഗത്തിലേക്ക് സ്വർഗീയത്തിൽ പോകേണ്ട അവസ്ഥ വന്നു. അവിടെ അപ്സരസ്സുകൾ ചിലപ്പോൾ അങ്ങയെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരും. അത്രമാത്രം കാന്തിയും വ്യക്തിത്വവും ഉള്ളവനാണല്ലോ നാഥ അങ്ങ്. എല്ലാം കാലമാണ്. കാലം തന്നെയാണ് ജീവന്മാരുടെ ഗതികൾ നിശ്ചയിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അസ്ത്രവും ഏറ്റ് അതും രാമൻ ഭക്തനാണ്. വലി ഭക്തനാവുമ്പോൾ ആ രാമനാൽ മരിക്കും എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? വളരെ ഒരു വൈദവ്യം ഈ കാലത്ത് എനിക്ക് വന്നല്ലോ എന്ന് പറയാണ്. അല്ലലേൽക്കാതെ ഞാൻ വളർന്നു. ഒരു നിലയ്ക്കും ദീനത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ബാലിയുള്ളതുകൊണ്ട്. ഇപ്പോൾ ഞാൻ ദീനയും വിധവയും ആയല്ലോ. ആര്യപുത്ര എന്ന് വിളിക്കുകയാണ്. വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അങ്ങനെ വിളിച്ചു, ആര്യപുത്ര എന്നങ്ങനെ നോക്കിയിട്ടോ പറയണം അങ്കദനോട്. അങ്കദൻ ഇളയച്ചൻ കോപിഷ്ഠനായാൽ ഏതവസ്ഥയിലായിട്ടാണ് തീരുക എന്ന് പേടിച്ച് ഇപ്പോൾ അങ്കദൻ നിൽക്കുകയാണ്. ആ അച്ഛനെ നല്ലപോലെ നീയൊന്ന് നോക്കിക്കാണൂ. ഇനിയും നിനക്ക് ആ അച്ഛനെ കാണാൻ തരായി എന്ന് വരില്ല. ശരീരം കൊണ്ടേ സംസ്കരിച്ചാൽ പിന്നെ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവസാനമായിട്ട് നേരെ നീ അച്ഛനെ ഒന്ന് നോക്കിക്കണ്ടോ എന്ന് പറയുകയാണ്. അത് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലേ? അങ്കദൻ്റെ സ്ഥിതിയും താരയുടെ സ്ഥിതിയൊക്കെ ആ നാടകീയത നമുക്ക് അനുഭവിപ്പിക്കുക. അങ്ങനെ തന്നെയാണ് രചയിതാവിൻ്റെ ഉദ്ദേശം. ആ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുക. അവിടെ ആ ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഓടിപ്പോവാതെ നിർത്തിയിരിക്കണത് നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടേ. ഇപ്പം എന്തായാലും രാമേണഹി മഹൽ കർമ്മകൃതം ത്വാം അഭിനിഗ്നത അനൃണ്യം ച ഗതം തസ്യ സുഗ്രീവസ്യ പ്രതിശ്രവേ. ഈ രാമനെ ഭാര്യയെ വധിച്ചതായിട്ടുള്ള രാമൻ വലിയൊരു കാര്യമാണ് ചെയ്തത്. സുഗ്രീവനോടുള്ള
അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ രാമൻ നിറവേറ്റിയിരിക്കുന്നു ഇതിൽ കൂടെ എന്ന് പറയാണ്. അതുകൊണ്ട് സുഗ്രീവ, നീ കൃതാർത്ഥനാവുക. എൻ്റെ കാര്യമൊക്കെ വിചാരിച്ച പോലെ നടന്നല്ലോ. നീ കൃതാർത്ഥനായിട്ട് രാജ്യം ഭരിക്കൂ. ഇതെൻ്റെ കയ്യിലാണല്ലോ എല്ലാം എന്നൊക്കെ എന്നെ പറഞ്ഞു. ഇമാപശ്യ ബരാബഹീർ ഭാര്യാസ്തേ വാനരേശ്വര. അനവധി പത്നിമാരൊക്കെ ഉണ്ട്. ബാലിക്കെന്ന് പറയുമ്പോൾ പത്നിമാർ എന്ന് പറഞ്ഞിരിക്കണു. ഞാൻ ഇങ്ങനെയൊക്കെ വിലപിച്ചിട്ടും ഒന്നും വാനരേശ്വര എന്താണ് പറയാത്തത് എന്നങ്ങനെ പറഞ്ഞു. ആ കരച്ചിലൊക്കെ കേട്ട് എല്ലാ വാനര സ്ത്രീകളും വാനരികളും ചുറ്റും നിന്നിട്ട് അംഗദനെ പുണർന്നു. അംഗദനെ പുണർന്നുകൊണ്ട് സമാധാനിപ്പിച്ചു. കിമംഗദം സാംഗദ വീരബാഹോ വിഹായയാതോസി ചിരം പ്രവാസം നയുക്തമേവം ഗുണസന്നികൃഷ്ടം വിഹായ പുത്രം പ്രിയചാരുവേഷം. സാംഗതനായിരിക്കുന്ന അംഗദൻ, ഒരു പ്രയോഗമാണത് ഈ വാക്കിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട്. അംഗത കങ്കണത്തോടു കൂടിയതായിരിക്കുന്ന വീരബാഹോ, അത് ബാലിയോടുള്ള സംബോധന. കങ്കണത്തോടു കൂടിയതായിട്ടുള്ള വീരബാഹുവായിട്ടുള്ള ബാലിയെ വിളിച്ചിട്ട് പറയണം, നാഥ ആ പുത്രനെ വെടിഞ്ഞ് അങ്ങ് എങ്ങോ പോയല്ലോ. അങ്ങക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സപുത്രനെയും വിട്ട് എങ്ങോട്ടാണ് പോയത് എന്ന് വിചാരിച്ച് ദുഃഖിക്കുകയാണ്. സുന്ദര രൂപ, ഞാനോ പുത്രനോ അങ്ങേക്ക് വല്ല അനിഷ്ടവും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാനായിക്കൊണ്ട് ഇതാ ശിരസ്സുകൊണ്ട് നമസ്കരിക്കണം. അതിനുശേഷം ജീവിതമേ വേണ്ട എന്ന നിലയ്ക്ക് പ്രതാര തൻ്റെ ജീവിതം ത്യജിക്കാൻ വേണ്ടി തയ്യാറാവണം. തഥാതു താരാകരുണന്നുദന്തി ഭർത്തൃസമീപേ തകവാൻ വാനദീഭി വ്യവസ്ഥിതപ്രായം ഉപോപവേഷ്ടാപേഷ്ടും അനിന്ദ്യവർണ ഭുവിയത്ര ബാലി. എവിടെയാണോ ബാലി വീണത് അവിടെ ഇരുന്നു കൊണ്ടിട്ട് ഞാൻ ഇവിടുന്ന് അനങ്ങണില്ല. ദിവസങ്ങളോളം ഒന്നും കഴിക്കാണ്ടെയും ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ശരീരത്തെ, അതിനാണ് ഈ പ്രായോപവേശം ചെയ്യാതെ ഒന്നും കഴിക്കാണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മരിക്കുക. കഴിക്കാണ്ട് എത്ര ദിവസം 52ഓളം ദിവസം മനുഷ്യന് നിൽക്കാൻ കഴിയത്രേ ഒരു ഭക്ഷണം കഴിക്കാണ്ട് മാക്സിമം ഒക്കെയാണ് പറയണത്. അപ്പോൾ പ്രായോപവേശം എന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാനവിധി, ഒരു ആത്മീയ മാർഗമുണ്ട്. അത് ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മരിക്കുക എന്നാണോ, വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. 52 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്ന മനുഷ്യൻ അതിനുശേഷം ജീവിക്കാൻ കഴിയില്ല, അതുവരെ പിടിച്ച് നിൽക്കുന്നതാണ്. ഇപ്പം എന്തായാലും ഇവിടെ അതിനാണ് പ്രായോപവേശം. യാതൊരു ആഹാരവും കഴിക്കാണ്ട് അവിടുന്ന് അങ്ങോട്ട് യാതൊരു ചേഷ്ടകളും ഇല്ലാതെ തൻ്റെ പ്രാണനെ വെടിയാൻ വേണ്ടിയിട്ട് ഒരുങ്ങി എന്ന് പറയുകയാണ്. അങ്ങനെ ഹനുമാൻ ആണ് ഇവിടെ സാന്ത്വനിപ്പിക്കുന്നത്. താരോപദേശം അധ്യാത്മരാമായണത്തിൽ ഭഗവാനാണുള്ളത്, പക്ഷെ ഇവിടെ ഭഗവാനൊന്നും പറയണതായിട്ട് കാണിക്കണില്ല. ഹനുമാനാണ് സാന്ത്വനിപ്പിച്ചു എന്ന് പറയുന്നത്. എല്ലാം കർമ്മഫലമാണ്. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ ജീവനാണെങ്കിൽ അതിനൊരിക്കലും നാശമില്ല. പിന്നെ എന്തിനാ നീ കരയണ്? ശരീരമല്ല നിൻ്റെ ഭർത്താവ് നിനക്കറിഞ്ഞു, ആണെങ്കിൽ ഇവിടെ കിടക്കണ്ട, പിന്നെ എന്തിനാ ദുഃഖിക്കണം? ഒറ്റ ചോദ്യം കൊണ്ട് പോകാൻ വലിയൊരു തത്വത്തെ കാണിച്ചു. നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ? രണ്ടുമല്ല എന്നാണ് ഉത്തരം. ജീവനും അല്ല ദേഹവും അല്ല, ദേഹാണെങ്കിൽ അവിടെ കിടക്കണ്ടല്ലോ. ജീവനാണെച്ചാൽ അത് നശിക്കാത്തതാണ്. സത്യത്തിൽ ഭർത്താവ് എന്ന സങ്കല്പം ഇതൊന്നുമല്ല, അത് ഇല്ലാത്ത ഒരു സങ്കല്പമാണ്. മനസ്സോട് നമ്മളൊരു ദിവസം സങ്കല്പിക്കണം, ഇത് മുതൽക്ക് എൻ്റെ ഭർത്താവാണ് ഇനി ജീവിതാവസാനം വരെ എന്നൊക്കെ ആവാം. സങ്കല്പമല്ലേ സത്യത്തിൽ? എന്താണ് അതിനടിസ്ഥാനമുള്ളത്? ഒരു വ്യക്തിയെ 2 വ്യക്തി തമ്മിൽ എന്ത് ബന്ധമുള്ളത്? സ്ത്രീയും പുരുഷനും മാല ചാർത്തി താലി കെട്ടിയതുകൊണ്ട് ബന്ധം ഉണ്ടാവുമോ? ഒരു പ്രസവം കൊണ്ട് ഒരു മകൻ എന്ന ബന്ധം ഉണ്ടാവാം. കാരണം 10 മാസം രക്തബന്ധത്തിലുള്ളതാണ്. ഒരു അച്ഛനും മകനോടും അത് ഉണ്ടാവുന്നതാണ്. അത്ര പോലും ഇല്ല ഏതിന്, ഭാര്യയ്ക്കും ഭർത്താവിനും. ഒരടിസ്ഥാനവും ഇല്ലാത്തൊരു ബന്ധമാണ്. അതാണ് നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ ഇതൊന്നും അല്ല. അതൊക്കെ മനസ്സിൽ നമ്മൾ കൽപ്പിക്കണു, കരയിടൂ, സന്തോഷിക്കണു എന്നല്ലാണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കണ ഗുണദോഷകൃതം ജന്തു സ്വകർമ്മബലഹേതുകം. നമ്മുടെ കർമ്മബലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഗുണത്തിനും ദോഷത്തിനും കാരണം അതാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദുഃഖിക്കാതെ സമനില പാലിക്കുക, തദനന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് നിനക്ക് ശോകം വേണ്ട എന്ന് ഹനുമാൻ ഉപദേശിച്ചു. ഇനി നിൻ്റെ ബാധ്യത എന്താണ്? അംഗദനെ നോക്കുക. അംഗദസ്യ കുമാരോയം ദ്രഷ്ടവ്യോ ജീവപുത്രയാ. അല്ലേ, പുത്രനായിട്ട് ജീവിക്കുക, പുത്രൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭവതി എന്ത് ചെയ്യണം?
ആ പുത്രനെ നോക്കുക, പുത്രനെ രക്ഷിക്കുക, പുത്രൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ നോക്കുക. അതാണ് ഇനി ചെയ്യേണ്ടത്. പിന്നെ കഴിയുന്നിടത്തോളം ശുഭകർമ്മങ്ങളും നല്ലതും ചെയ്യുക. വേറെ ആൾക്ക് വിഷമമുണ്ടാക്കുന്നത് ചെയ്യാണ്ടിയും ഇരിക്കുക. ധ്യാനാസനേതാം ഏവം ഭൂതാനാം അഗതിം ഗതിം തസ്മാത് ശുഭം ഹി കർത്തവ്യം പണ്ഡിതേനേക ലൗകിക. ശുഭം ഹി കർത്തവ്യം, ശുഭം നല്ലതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, ശുഭകർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് നീ ഇനി ഭവതി ഇനി ചെയ്യേണ്ടത്. പിന്നെയോ വാനരന്മാരുടെ നേതാവായിട്ടുള്ള ബാലി ഇതാ പോയിരിക്കണു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് സമാധാനിക്കാം. രാമബാണം ഏറ്റതുകൊണ്ട് ഉത്തമ ലോകത്തെ ആ മഹാത്മാവ് തീർച്ചയായിട്ടും പ്രാപിച്ചിട്ടുണ്ടാവും. ഗതോ ധർമ്മജിതാം ഭൂമിന്നേനം ശോചിതുമർഹസി. നീ ദുഃഖിക്കാനായിട്ട് അവകാശമില്ല. കാരണം നല്ല ലോകത്തിലേക്ക്, വിശിഷ്ടമായിട്ടുള്ള ലോകത്തിലേക്ക്, സ്വർഗാദി ലോകങ്ങളിലേക്ക് തന്നെയായിരിക്കും ബാലി പോയിട്ടുണ്ടാവുക. കൊണ്ട് താരെ ഇനി കവികൾക്ക് നാഥ ശരിക്കും പറയാച്ച നീയാണ്. ഹരിരക്ഷപ്രതിരാജനാഥം അനിന്ദിതേ. അനാഥകളായിട്ടുള്ള കിഷ്കിന്ധയിലത്തെ വാനരന്മാർക്ക് നീ അവരെ സനാഥന്മാരാക്കണം. ഇനി അവർക്ക് നാഥ ആരാണ്? ഭവതിയാണ്. അതുകൊണ്ട് ശോകത്തെ കളയൂ. പുത്രനായിട്ടുള്ള അംഗദൻ ഇനി രാജ്യം ഭരിക്കട്ടെ എന്ന് പറയണം. അല്ലാണ്ട് ഇനി നിർത്തിയില്ല. ത്വയാ പരിഗൃഹീതോയം അംഗദ ശാസ്തുമേദിനിം. നിങ്ങളുടെ പുത്രനായിട്ടുള്ള അംഗദൻ ഇനി രാജ്യം ഭരിക്കട്ടെ. ആ മകന് വേണ്ടതെല്ലാം ചെയ്യുകയാണ് അടുത്തതായിട്ട് ഭവതിയുടെ കർത്തവ്യം. അപ്പോൾ ഇതി കർത്തവ്യത മൂഢത പാടില്ല. അംഗദൻ്റെ കാര്യം നോക്കണം, തുടർന്ന് രാജ്യത്തിൻ്റെ സ്ഥിതി നോക്കണം. അതാണ് അവരെയൊക്കെ സനാതനാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ദുഃഖിച്ചിരുന്നാൽ അതാവില്ല. അതുകൊണ്ട് അവർക്ക് നാഥൻ ഉണ്ടാവണം, രാജ്യത്തെ ഭരിക്കുക എന്നുള്ള കർമ്മമുണ്ട്. അംഗദനെ രാജാവാക്കുക, ആ വാനന്മാരുടെയൊക്കെ നാഥയായിട്ട് നീ ഇരിക്കുക. അംഗദൻ കുട്ടിയാണല്ലോ, അവിടെ നീ നാഥയായിട്ടിരിക്കുക. അതാണ് ഇനി മുതൽക്ക് ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടത്. തൻ്റെ മകൻ വാഴട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് താര ചോദിക്കുന്നത് അംഗദ പ്രതിരൂപാണാം, അതായത് പുത്രസ്യ വീരസ്യ ഗാത്രസംശേഷണം അംഗദ പ്രതിരൂപാണാം പുത്രാണാം ഏകതശതം. ഒരു 100 പുത്രന്മാരുണ്ടായാലും ആര്യപുത്രൻ എന്ന സ്ഥാനത്ത്, ആ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് ആവുമോ എന്ന് ചോദിക്കണം. തുല്യമോ, ഭർത്താവിന് തുല്യമാവുമോ? നചാഹം ഹരിരാജ്യസ്യ പ്രഭാവാം അംഗദസ്യ വാ പിതൃവ്യസ്തസ്യ സുഗ്രീവ സർവകാര്യേഷ്വനന്തര. സുഗ്രീവൻ ഇനി എന്താണെങ്കിലൊക്കെ ചെയ്യട്ടെ. വാനരരാജ്യത്തിന് അംഗദനോ നാഥയല്ല, ഞാൻ അംഗദൻ്റെ നാഥനുമല്ല, രാജ്യത്തിനും നാഥയല്ല. ആ കാര്യങ്ങളൊക്കെ സുഗ്രീവൻ നോക്കട്ടെ, ഞാനൊന്നിനും ശക്തയല്ല എന്ന് തൽക്കാലം പറയുകയാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള അനന്തര കാര്യങ്ങളൊക്കെ സുഗ്രീവൻ ചെയ്യട്ടെ. എങ്ങനെയാണോ ഒരു പിതാവ് പുത്രനെ നോക്കുന്നത്, അതുപോലെ സുഗ്രീവൻ ബാലി മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യത്യാസം കാണിക്കാണ്ട് അംഗദനെ സ്വന്തം പുത്രനായിട്ട് കരുതണം എന്നൊക്കെ. എനിക്ക് ഇനി ഈ ജീവിതത്തിൽ യാതൊന്നും ഇല്ല എന്ന് താര പറയുകയാണ്. ക്ഷമതരമസ്തി പരത്രചേഹവ അഭിമുഖഹത വീരസേവിതം ശയനമിതം മമ സേവിതം ക്ഷമം നഹി മമ ഹരിരാജസംശ്രയ. ഹരിരാജനായിരിക്കുന്ന ബാലി ഇല്ലാത്തത് കാരണം ഹരിരാജസംശ്രയാൽ ക്ഷമ തര അസ്തി പരത്രചേഹവ. ഏറെ യാതൊന്നും എനിക്ക് നോക്കാനില്ല. അഭിമുഖഹത വീരസേവിതം, ആ സേവിക്കപ്പെട്ടതായിട്ടുള്ള ഹരിയെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞു കൂടുന്നതായിട്ടുള്ള ഞാൻ, ഇനി എനിക്ക് എന്താണ് ഈ ലോകത്തിലുള്ളത്? അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി സുഗ്രീവൻ ചെയ്യട്ടെ എന്ന് പറയണു. അങ്ങനെ ബാലിയുടെ പ്രാണൻ ത്യജിക്കണ രംഗങ്ങൾ, പിന്നെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത്. ഒരു പ്രാണൻ ത്യജിക്കണതായിട്ടുള്ള സംഗതികളും സുഗ്രീവൻ്റെ ദുഃഖം മുതലായ രംഗങ്ങൾ. പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം തമുദ്രതരണം ലങ്കാവുനീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.